സിഗരറ്റ് വലിക്കാൻ ഇനി വലിയ വില കൊടുക്കേണ്ടി വരും. നാളെ മുതൽ സിഗരറ്റിന് 30% വരെ വില വർദ്ധിക്കും. ഫെബ്രുവരി 1 മുതൽ സിഗരറ്റ് വാങ്ങാൻ ഇനി വലിയ വില നൽകേണ്ടി വരും. കേന്ദ്ര സർക്കാരിന്റെ ചരക്കു സേവന നികുതി, എക്സൈസ് തീരുവ എന്നിവയിലെ പരിഷ്കാരങ്ങളെ തുടർന്നാണ് വില വർദ്ധിക്കുന്നത്. സിഗരറ്റിന്റെ നീളം അനുസരിച്ച് സിഗരറ്റിന് 15 മുതൽ 30% വരെ വില വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചന. സാധാരണക്കാർ കൂടുതലായി ഉപയോഗിക്കുന്ന 69 mm, 74 mm എന്നീ വലിപ്പത്തിലുള്ള സിഗരറ്റുകൾക്ക് ഏകദേശം 15% വരെ വില വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന GST നഷ്ടപരിഹാര സെസ് ഒഴിവാക്കി. പകരം പുതിയ എക്സൈസ് ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിനെ തുടർന്നാണ് വില കൂടുന്നത്. ബ്രാൻഡഡ് കിങ് സൈസ് സിഗരറ്റുകൾക്ക് ഏറ്റവും ഉയർന്ന നികുതി സ്ലാബ് ബാധകമാകും. ഓരോ 1000 സിഗരറ്റുകൾക്കും സിഗരറ്റിന്റെ നീളം അനുസരിച്ച് 2050 മുതൽ 8500 രൂപ വരെ അധിക എക്സൈസ് ഡ്യൂട്ടി ചുമത്താനാണ് തീരുമാനം. ഇത് ഓരോ സിഗരറ്റിന്റെയും വിലയിൽ വർധനയുണ്ടായേക്കും. സിഗരറ്റ്, പാൻ മസാല, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 40% GST ആണ് ബാധകമാക്കുക. ബീഡിക്ക് 18% ആയിരിക്കും GST. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിനുമായാണ് സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. സിഗരറ്റ് നിർമ്മാതാക്കളായ കമ്പനികൾ ഈ അധിക നികുതി ഭാരം ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നതോടെ ചില്ലറ വിപണിയിൽ നിന്ന് നാളെ മുതൽ സിഗരറ്റിന് പുതിയ വില പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് ലൈഫ് മലയാളം. കേരളത്തിലെ പരമ്പരാഗത ചികിത്സകൾ വളരെ അഫോർഡബിൾ ആയ റേറ്റിൽ ചെയ്തു തരുന്ന ഒരു ആയുർവേദ ക്ലിനിക് നമ്മുടെ ഊന്നുകലിലുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഡോക്ടർ, നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ഒക്കെ വിഷാംശം നീക്കം ചെയ്ത് ദോഷങ്ങളെ സന്തുലിതമാക്കുന്ന ഒരു ആയുർവേദത്തിന്റെ ചികിത്സയാണല്ലോ പഞ്ചകർമ്മ ചികിത്സ. അപ്പൊ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകളെല്ലാം ഇവിടെ ലഭ്യമാണോ? നമ്മൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ച് കൂടുതൽ അധികം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ദോഷപ്രകോപനം കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരശുദ്ധിക്ക് ആവശ്യമായ എല്ലാ പഞ്ചകർമ്മ ചികിത്സയും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അലർജി പോലുള്ള അസുഖങ്ങൾക്കാണ്. അതായത് രാവിലെ എണീക്കുന്ന നിർത്താണ്ട് തുമ്മുക, മൂക്കുലിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസുകൾ, ശ്വാസം മുട്ടൽ, അതായത് ആസ്മ കണ്ടീഷൻ, ഇങ്ങനെയുള്ളതിനൊക്കെ വളരെ ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ്. പഞ്ചകർമ്മ ചികിത്സയ്ക്കൊക്കെ നല്ല ഒരു തുകയാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ, റേറ്റ് കാര്യങ്ങളൊക്കെ? നമ്മൾ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ബോഡി മസാജ് സ്റ്റീം ഒക്കെ എടുക്കുവാണെങ്കിൽ ഒരു 1500 രൂപ റേഞ്ചിലാണ് വരിക. നമ്മൾ ട്രീറ്റ്മെന്റ് വൈസ് അതിന്റെ ചാർജ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറയുന്നവർക്ക് അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കായിട്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്. കൂടാതെ മെഡിസിൻസ് നമ്മൾ ഓൾ കേരള സപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന സാഹചര്യം ഉള്ളത്. അപ്പൊ അത് ആയുർവേദത്തിലൂടെ നമുക്ക് എന്തോരം മാറ്റിയെടുക്കാൻ സാധിക്കും? നമ്മൾ ആയുർവേദത്തില് രോഗത്തെക്കാൾ ഉപരിയായിട്ട് രോഗിയുടെ ശരീര പ്രകൃതിക്കും രോഗിയുടെ ജീവിത ശൈലിക്കുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ അതിന് പറയും. അപ്പൊ ദിനചര്യയിലാണെങ്കിൽ ബ്രഹ്മ മുഹൂർത്തെ ഉദ്ദിഷ്ട എന്ന് പറയുന്നത്, നമ്മൾ വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എണീക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ടിരിക്കും. അതേപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റുട്ടീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്കൊരു 99% വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി അങ്ങനെ ഒരു നമ്മുടെ റുട്ടീനൊക്കെ തെറ്റിക്കിടക്കുവാണ്. നമുക്ക് പലതരത്തിലുള്ള പ്രമേഹം, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീനിലേക്ക് തിരിച്ചു വന്ന്, അതായത് ദിനചര്യ, ഋതുചര്യ ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടീഷൻസ് ഒക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും.